ഈ മഹല്ലിലെ ഇപ്പോൾ ഖുതുബ കഴിഞ്ഞു പോയിട്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ്. 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. നല്ല സ്നേഹത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന സഹോദരനാണ്. ഒരു പ്രശ്നമോ ഒരു മാനസികമായ പൊരുത്തക്കേടോ ഒന്നുമില്ല. നല്ല റാഹത്തിൽ ദാമ്പത്യ ജീവിതം, മാതാപിതാക്കളുമായുള്ള എല്ലാ സഹവർത്തിത്വം വളരെ ഉഷാറായിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. സ്നേഹാധിക്യം കൊണ്ട് തന്നെ ഇവർ 2 പേരും പെരുന്നാൾ ഖുതുബ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് വിരുന്നൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇവർ തമാശയിൽ ഇരുന്നിട്ട് പലതും കളിയിൽ തമാശയിൽ പറയുന്നതിൻ്റെ ഇടയിൽ ഈ സഹോദരൻ പറഞ്ഞു, പിന്നെ ഞാൻ നിന്നെ 3 തലാക്ക് ചൊല്ലി എന്ന് ചിരിച്ച് വെറുതെ രസത്തിന് പറഞ്ഞതാണ് എന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു കാര്യബോധമുള്ള ഒരു വീട്ടിലെ ഒരു വല്യമ്മ ഈ വിഷയം പള്ളിയിലെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു. എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെന്താ മറുപടി കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, കളിയിൽ തൊലാക്ക് ചൊല്ലിയാലും തൊലാക്ക് പോകും. അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ 2 കാര്യത്തിൽ കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. 1 തൊലാക്ക്, 2 റജഈ. കളിയിൽ പെണ്ണിനോട് തമാശയിൽ ഞാൻ നിന്നെ 3 തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ തൊലാക്ക് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്ന മറുപടി അതുകൂടി എൻ്റെ ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, 3 തൊലാക്ക് നിന്നെ ചൊല്ലി എന്ന് ഒരു ഭർത്താവ് കളിയിൽ ഭാര്യയോട് പറഞ്ഞാൽ തൊലാക്ക് പോയി. അത് ബാഇനായ തൊലാക്കായി. ബാഇനായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത തൊലാക്ക്. തൊലാക്ക് 2 തരമുണ്ട്: ബാഇനായ തൊലാക്ക്, റജഈയായ തൊലാക്ക്. 1ഉം 2ഉം തൊലാക്ക് ചെല്ലിയതാണെങ്കിൽ റജഈയായ തൊലാക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 3 മാസവും 10 ദിവസവും ഇവളുടെ വീട്ടിൽ ഇദ്ദയിരിക്കണം. ഇവൾ അന്യ പെണ്ണാണല്ലോ, അപ്പൊ ഇവളുടെ വീട്ടിൽ ഇവൾ ഇദ്ദയിരിക്കണം. ഇദ്ദന്റെ കാലത്ത് 3 മാസവും 10 ദിവസത്തിന്റെ ഉള്ളിൽ 1ഉം 2ഉം തൊലാക്ക് ചെല്ലിയവനാണെങ്കിൽ ഞാൻ നിന്നെ നിക്കാഹിലേക്ക് മടക്കി എന്ന് സാക്ഷി മുഖാന്തരം പറഞ്ഞാൽ നിക്കാഹിലേക്ക് മടങ്ങി, പുതിയ നിക്കാഹ് ചെയ്യണ്ട, മഹർ കൊടുക്കണ്ട. ഒരു തൊലാക്കാണ് ചൊല്ലിയതെങ്കിൽ 2 തൊലാക്കുമ്മേലും, 2 തൊലാക്കാണ് ചൊല്ലിയതെങ്കിൽ 1 തൊലാക്കുമ്മേലും എന്ത് ചെയ്യും? നിക്കാഹിലേക്ക് മടങ്ങും. പക്ഷെ 3 ചൊല്ലിയതെങ്കിലോ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ ബാഇനായ തൊലാക്ക് എന്ന് പറയും. ഈ സ്നേഹത്തോടുകൂടി സഹവസിച്ച ഈ ചെറുപ്പക്കാരൻ സ്നേഹത്തോടുകൂടി ചിരിച്ച് കളിതമാശയിൽ പറഞ്ഞതാണെങ്കിലും അത് കാര്യമായി മാറി. ഇനി എന്ത് ചെയ്യണം? ഇനി 3 മാസം 10 ദിവസം ആ സഹോദരി ഇദ്ദയിരിക്കണം. ഇദ്ദയിരുന്നതിന് ശേഷം ഈ സ്ത്രീയെ വേറെ കെട്ടിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അദ്ദേഹം ആ ശുദ്ധിയിൽ തൊലാക്ക് ചെല്ലുകയും ആ തൊലാക്ക് ചെല്ലിയതിൽ 3 മാസം 10 ദിവസം ഇദ്ദയിരിക്കുകയും അതിനുശേഷം ഇദ്ദേഹം പുതിയ മഹറൊക്കെ കൊടുത്ത് നിക്കാഹ് പുതിയതായിട്ട് ചെയ്യാവുന്നതുമാണ്. ഇതാണ് വലിയ പ്രശ്നമെന്ന് ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ വിഷയം പരമാവധി നിങ്ങൾ വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരുമായിരിക്കുന്ന ആളുകൾ കൂട്ടുകാർക്ക് ഈ വിഷയം 3 വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കുക. വലിയൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല അത്തരം അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.